നിങ്ങളുടെ ജീവിതാവസ്ഥ എന്തായിരുന്നാലും, അതിപ്പോൾ രോഗങ്ങളോ മരണമോ ഡിവോഴ്സോ തുടങ്ങി എന്തൊക്കെ ദുരന്തങ്ങളിലൂടെ നിങ്ങൾ കടന്നുപോയാലും, ഇനി അതിലും മോശമായത് സംഭവിച്ചാലും അവയെന്ന് നിങ്ങൾക്ക് നിരാശപ്പെടാനോ ദുഃഖിക്കാനോ ദുരിതമനുഭവിക്കാനോ വിഷാദാവസ്ഥയിലാവാനോ ഉള്ള കാരണങ്ങളാവാൻ പാടില്ല. കാരണം നിങ്ങൾ ഈ ലോകത്തേക്ക് വന്നത് ഒന്നുമില്ലാതെയാണ്. നിങ്ങളുടെ ജീവിതം സന്തോഷപൂർണ്ണമാകുമെന്നോ സമ്പന്നത ഉണ്ടാകുമെന്നോ സുഖകരമായിരിക്കുമെന്നോ യാതൊരു ഉറപ്പുമില്ലാതെയാണ് നിങ്ങൾ ജനിച്ചതാണോ അല്ലയോ? ഒരു ഉറപ്പും ആരും നൽകിയിട്ടുമില്ല. ഈ ലോകം വെടിഞ്ഞ് നിങ്ങൾ കടന്നു പോകുമ്പോഴും ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഒന്നും കൊണ്ടാകാനുമാവില്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ കരയുന്നത്, സങ്കടപ്പെടുന്നത്? അവരങ്ങനെ പറഞ്ഞു, അവരിങ്ങനെ പറഞ്ഞു, അത് ചെയ്തു, ഇത് ചെയ്തു, എന്നെ അവർ നശിപ്പിച്ചു. ഇതൊന്നും മൈൻഡ് ചെയ്യാനേ പാടില്ല. ഒരു പ്രാധാന്യവും ജീവിതത്തിലേക്കൊന്നും കൊടുക്കാൻ പാടില്ല. ഇങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കുമ്പോഴും ഈ രീതിയിലെല്ലാം സീരിയസ് ആയി എടുക്കുമ്പോഴുമാണ് നിങ്ങളുടെ ജീവിതം ദുരിതപൂർണ്ണമാകുന്നത്. നിങ്ങൾ ഡിപ്രസ് ആകുമ്പോഴും ദുഃഖിക്കുമ്പോഴും നിരാശപ്പെടുമ്പോഴും മറ്റുള്ളവർ അങ്ങനെ ചെയ്തല്ലോ എന്ന് ചിന്തിക്കുമ്പോഴും നിങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതം ദുരിതപൂർണ്ണമാക്കുകയാണ്. നിങ്ങൾ തന്നെ നിങ്ങളുടെ ശത്രുവായി മാറുകയാണ്. അപ്പോൾ നിങ്ങളുടെ ശത്രു മറ്റൊരാളല്ല, നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ വന്നപ്പോഴും ഒന്നും കൊണ്ടുവന്നില്ല, പോകുമ്പോഴും ഒന്നും കൊണ്ടുപോകുന്നില്ല എങ്കിൽ ഇതിനിടയിലുള്ള നിങ്ങളുടെ ജീവിതം ബോണസ് മാത്രമല്ലേ? ജീവിതം ഒരു ലാഭമാണ്. അത് മനസ്സിലായെങ്കിൽ നിങ്ങളുടെ സങ്കടങ്ങളെയൊക്കെ ദൂരേക്ക് വലിച്ചെറിയുക, കരച്ചിൽ നിർത്തുക. ഇനി സങ്കടപ്പെട്ട് സമയം കളയാൻ തയ്യാറല്ല എങ്കിൽ ഇപ്പോൾ നീ ചാടി എഴുന്നേൽക്കുക. നിനക്ക് ഗിഫ്റ്റായി കിട്ടിയ ബോണസായി കിട്ടിയ നിന്റെ ജീവിതത്തിലേക്ക് നടന്നു നീങ്ങുക. തുറക്കട്ടെ മനസ്സുകൾ.